ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കമന്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടു. അതായത് എന്റെ പീരീഡ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതാണ് ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. എന്നാ പിന്നെ അതങ്ങ് ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ എന്റെ പീരീഡ് സ്റ്റോറി പറയാം. ഒരു 3-ലും 4-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ട് സ്വകാര്യമായിട്ട് കാര്യം പറഞ്ഞു തരുന്നത്. അന്നിപ്പോ ഇതിന്റെ പേര് മെൻസ്ട്രേഷൻ ആണ്, ആർത്തവാണ്, അങ്ങനെയൊന്നും അറിയില്ല. എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള കാരണം ഒന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുന്നുള്ളത്. അപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമോ എന്നുള്ളത് സംശയമായി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു ദിവസം അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താ അമ്മ എങ്ങനെ അങ്ങനെ പറയുന്നത് സത്യമാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അതെ, അങ്ങനെ ബ്ലഡ് വരും, അത് നമ്മളെ വലിയ കുട്ടിയായി കഴിയുമ്പോഴാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ വലിയ കുട്ടിയായി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക, ഇത് എല്ലാ മാസവും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിനു മുമ്പ് വരെ എനിക്ക് ഈ വലിയ വലിയ കമ്മലുകൾ ഇട്ടെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. വലിയ മാല, വലിയ കമ്മല്, ധാവണിയൊക്കെ കൊടുക്കുക. എനിക്ക് എന്തോരം ആഗ്രഹമായിരുന്നു എന്നറിയാം അതിനൊക്കെ. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പറയും, നീ ഇപ്പൊ അതൊന്നും ചെയ്യാനായിട്ടില്ല, വലിയ പെൺകുട്ടികളാണ് അതൊക്കെ ചെയ്യുക, വലുതാവട്ടെ വലുതാവട്ടെ പറയും. ധാവണി കൊടുക്കുമ്പോഴും പറയാം, അത് കൊടുക്കാനായിട്ടില്ല, അതൊക്കെ വലിയ കുട്ടികളാണ് ചെയ്യുക. അപ്പൊ എന്നെ സംബന്ധിച്ച് വലുതാവുക എന്നുള്ളത് വേഗം വേണമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതൊക്കെ ചെയ്യാലോ, എനിക്ക് വലുതായി കഴിഞ്ഞാൽ വലിയ കമ്മലിട്ട് അടക്കാം, വലിയ സാരി എടുത്ത് അടക്കാം. അപ്പൊ വലുതാകാന്ന് പറഞ്ഞാൽ ഈ പീരീഡ്സ് ആവലാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. ഏകദേശം ഒരു 6-ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയി. എന്നിട്ട് ആ കുട്ടി ഒരു 2-3 ദിവസം ലീവായിരുന്നു. ലീവ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി വരുന്നത്. വന്ന സമയത്ത് ഫുള്ള് മഞ്ഞക്കറ, നമ്മൾ ഈ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ആചാരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് മഞ്ഞക്കറ, കഴുത്തിന്റെ ഇവിടെയൊക്കെ മുഴുവനായിട്ട് മഞ്ഞൾ പോകാത്ത ഒരു കറ പിടിച്ച പോലെ ഇരിക്കില്ലേ, ആ കറ. അതുപോലെ തന്നെ അത്രയും നാളെ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇല്ലാത്ത ഗോൾഡൻ ഐറ്റംസ്, മാലയും മോതിരവും കമ്മലും ഒക്കെ പുതിയത്. പിന്നെ ഹെയർ സ്റ്റൈലും ഒക്കെ മാറി. ഈ കുട്ടി മുടിയൊക്കെ മെടഞ്ഞിട്ടിട്ട് ഇങ്ങനെ 2 ഭാഗത്തേക്ക് മെടഞ്ഞൊക്കെ ഇട്ടിട്ട് വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ കുട്ടീനെ ശ്രദ്ധിക്കാനല്ല, ആ ഒരു കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന പോലെയല്ല, ആ കുട്ടിയുടെ പെരുമാറ്റത്തിലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇതറിഞ്ഞു. ക്ലാസ്സിൽ എല്ലാവരുടെ അടുത്തേക്കും ഒരാൾ ഭയങ്കര സീക്രട്ട് ആയിട്ടാ പറയാ, പക്ഷെ എല്ലാവരുടെ അടുത്തും എത്തും. അതാണ് എനിക്ക് മനസ്സിലാവാത്ത, അത്രയും രഹസ്യമായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു വന്നത്. ഗേൾസ് ഓൺലി സ്കൂളും കൂടിയായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സും അതിന്റെ അപ്പുറത്തെ ക്ലാസ് എല്ലാവരും അറിഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഓരോരുത്തരായിട്ട് പീരീഡ്സ് ആവാൻ തുടങ്ങി. ഞാൻ പീരീഡ്സ് ആയി എന്നൊന്നും പറയില്ല, അവളായിട്ടോ അങ്ങനെ പറയാം. അങ്ങനെ ആയി എന്നുള്ള ന്യൂസ് കൂടി വരാൻ തുടങ്ങി. ഒരു 7-ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും ക്ലാസ്സിലെ ഒരുവിധം എല്ലാവരും ആയി. ഞങ്ങളൊരു 3-4 പേര് മാത്രം ഇപ്പോഴും ആവാത്തവരായിട്ടുണ്ടായിരുന്നു. ഈ ആയവരുണ്ടല്ലോ, ഇവര് ഭയങ്കര രഹസ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ നമുക്കിതൊന്നും കേൾക്കാനും പറ്റില്ല, നമ്മുടെ അടുത്ത് ഇവര് പറഞ്ഞു തരില്ല. അങ്ങനെ ആവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ, ഇതൊന്നും അറിയാത്ത. പീരീഡ്സിന്റെ ദിവസം വെച്ചിട്ട് പറയും, ഇന്ന് 1, ഇന്ന് 2, ഇന്ന് 3 അപ്പൊ ഇവര് വന്നിട്ട് ഇന്ന് 1, 2, 3 പറയുമ്പോൾ എന്ത് 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ അന്തം വിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 8-ാം ക്ലാസ്സിലൊക്കെ. അപ്പൊ ഈ 7-ലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതോടുകൂടി ഒരുവിധം എല്ലാവരും കാര്യം തീരുമാനമായി. വീണ്ടും ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രം ഇപ്പോഴും ആവാത്തവര്. എനിക്കൊക്കെ എന്താ ആവാത്തെ, ഇനിയിപ്പോ എനിക്ക് ഈ സാധനം ഇല്ല, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ വൈറ്റ് ഡിസ്ചാർജിന് ഭയങ്കര കളർ ചേഞ്ച്. അപ്പൊ തന്നെ എനിക്ക് സംശയമായി, എനിക്ക് തോന്നുന്നു ഞാൻ പീരീഡ്സ് ആവാനായി എന്നുള്ള ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ട്യൂഷനെല്ലാം പോയി. ട്യൂഷന് പോയിട്ട് അവിടെ ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തിരിയാനും കുനിയാനും ഒന്നും വയ്യ. ഭയങ്കര ബാക്ക് പെയിൻ, ഒടുക്കത്തെ ബാക്ക് പെയിൻ. എനിക്ക് ഇത്രയും നാള് ഇല്ലാത്തൊരു സാധനം, ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ബാക്ക് പെയിൻ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ട് എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് മാത്രം ഇതാവുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ നടത്തിരുന്നത്. അപ്പൊ ആയപ്പോ ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് നാണം വന്നു സത്യത്തില്. ഞാനങ്ങനെ ചമ്മിട്ട് എനിക്ക് ഭയങ്കര നാണം വന്നു, എന്താണെന്നറിയില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ നമുക്കറിയില്ലല്ലോ ഇത് ഇത്രയും വലിയൊരു സംഭവം എന്നുള്ളതും നമ്മൾ അറിയുന്നില്ലല്ലോ. അന്ന് എങ്ങനെ ഇതൊന്നും ആവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പീരീഡ്സ് എല്ലാം ആയി, വീട്ടിലൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. ഡ്രസ്സ്, ഹോർലിക്സ്, മുട്ട, പാല്, ഗോൾഡ്, അത് ഇത് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, എന്റെ വീട്ടുകാർക്ക് ഇതൊരു ആചാരമായിട്ട് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ടോ ഒന്നും നടത്തുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്നും അവരത് ആരോട് പറയാനും തന്നില്ല. എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. എന്റെ എല്ലാ പ്രതീക്ഷകളും ഒറ്റയ്ക്ക് തകർന്നു പോയി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി. ഈ പാഡൊക്കെ വെച്ചോണ്ട് കിടക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ അമ്മോ, ഇനി ഇത് നിർത്താനൊന്നും പറ്റില്ലല്ലോ. ആ 2 ദിവസം കൊണ്ട് എനിക്ക് മടുത്തു. കുറെ നാള് സഹിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് എന്താ ചെയ്യാന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വഴിയില്ല, നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ 2ാമതായി 3ാമതായി ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ നല്ല മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും ഒടുക്കത്തെ ബ്ലീഡിങ് ആയിരുന്നു. എന്റെ പൊന്നെ, എല്ലാ പ്രാവശ്യവും എന്റെ ഡ്രസ്സിലൊക്കെ ബ്ലഡ് ആയിട്ട് അലക്കേണ്ട അവസ്ഥയായിരുന്നു. അത്രയും ബ്ലീഡിങ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം, ഏത് രീതിയിൽ കിടക്കണം എന്നറിയില്ല. കിടന്നാ പ്രശ്നം, ഇരുന്നാ പ്രശ്നം, എന്ത് ചെയ്താലും ലീക്ക് ആവുന്ന അവസ്ഥയായിരുന്നു. അത്രയും ഹെവി ഫ്ലോ ഉണ്ടായിരുന്നു. ഡ്രസ്സിലായി കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് എനിക്ക് മടുക്കാൻ തുടങ്ങി. എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. മര്യാദയ്ക്ക് നടക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയായിരുന്നു. അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരിക്കൽ എക്സാമിന്റെ സമയത്ത് ഞാൻ പീരീഡ്സ് ആയി നിൽക്കുകയായിരുന്നു. എക്സാം ഹാളിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഡ്രസ്സിലേക്ക് ലീക്കായി.
എക്സാം തുടങ്ങാൻ തീരെ സമയമില്ല, ബെല്ലടിച്ച സമയമായിരുന്നു. അപ്പൊ ഈ ലേക്ക് ആയത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ ഓടിപ്പോയി. എങ്ങനെ ഇത് ആൾക്കാർ കാണാതെ ഓടിപ്പോണ്ടേ, ബെല്ലടിച്ചത് കൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയോ ഓടിപ്പോയിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞ് വീണ്ടും ക്ലാസ്സിൽ വന്നിട്ട് ഇന്ന് എക്സാം എഴുതാം. ആ ഇരുത്തത്തിൽ നിന്ന് എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേപ്പർ ചോദിക്കാൻ പോലും, മിസ്സേ പേപ്പറിന് വെച്ച് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എന്റെ അടുത്തുള്ള കുട്ടീനോട് ഒരു പേപ്പർ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ട് എണീപ്പിച്ച് വാങ്ങിച്ചോട്ടെ എന്ന്. അവസാനം ഞാൻ എണീറ്റ് പോന്നു. അപ്പോഴും എന്റെ ഡ്രസ്സിൽ എല്ലാം ബ്ലഡ് ആയിട്ട് നിൽക്കുക. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മുഴുവൻ ബ്ലീഡിങ് സഹിക്കാൻ പറ്റാത്ത എത്രയോ ദിവസങ്ങളായിരുന്നു. അന്നൊന്നും ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ ഈ പ്രായത്തിൽ അതൊന്നും യൂസ് ചെയ്യാനും കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് ഒരിക്കല് ഞാൻ ഇതുപോലെ ട്യൂഷന് പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി, തീരെ വയ്യാണ്ടായി, ബുദ്ധിമുട്ടും എല്ലാം കൂടി ക്ഷീണവും തളർച്ചയും ഒക്കെ ആയി. അപ്പൊ നമ്മള് ബാക്കിലെ ബെഞ്ചിൽ പോയിട്ട് കിടക്കുമല്ലോ, അങ്ങനെ ഞാൻ ബാക്കിൽ പോയിട്ട് ഒരു ബെഞ്ചിൽ തല വെച്ച് കിടന്നുറങ്ങി. ഞാൻ മയങ്ങിപ്പോയി, അത്രയും ക്ഷീണത്തിലായിരുന്നു, നന്നായിട്ട് മയങ്ങിപ്പോയി. ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. ഞാൻ ഉണർന്ന് നോക്കുമ്പോ ഞാൻ ഇരിക്കുന്നതിന്റെ താഴേക്ക് ബ്ലഡ് ഇട്ട് വീണുകൊണ്ടിരിക്കുക. എനിക്കത് കണ്ട സമയത്ത് ഭയങ്കര, നമ്മുടെ മേത്ത് നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇട്ട് വീഴുന്നത് നമ്മൾ തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ച് അത് തുടച്ച് ക്ലീൻ ചെയ്തത് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ട്രോമയാണ്. അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഒരു പീരീഡ്സ് കൊണ്ട്. പിന്നീട് കോവിഡ് ടൈം ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് പെയിൻ ആകാൻ തുടങ്ങി. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും പെയിനാ. ആദ്യത്തെ ഒരു 2 ദിവസം എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. വയറിന് ഭയങ്കര വെയിറ്റ് പോലെ തോന്നും, നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. അത്രയും ബ്ലീഡിങ് എന്റെ മേത്തുനിന്ന് പോയിക്കൊണ്ടിരുന്നു. ആ ബ്ലീഡിങ് കാരണം എനിക്കിങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് ആവായിരുന്നു. എവിടെയെങ്കിലും ഇരിക്കാൻ വേണം. 2 ദിവസം ഞാൻ കിടക്കല്ലാണ്ട് എന്താ ചെയ്യാൻ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വസ്തു കഴിക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിൽ നമുക്ക് കഴിച്ചിറങ്ങില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാവും എന്തെങ്കിലും കഴിക്കാൻ മര്യാദയ്ക്ക്. ആ കഴിക്കുന്ന സമയത്ത് ഈ 2 ദിവസം കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിയായിട്ടും വയറുവേദന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് വേദനിക്കും. എന്നിട്ട് വേദനിച്ച് അവസാനം നമുക്ക് ഈ വേദന അറിയാത്ത പോലെ കുറച്ചു നേരം അങ്ങ് കുഴഞ്ഞു പോകും. ആ കുഴഞ്ഞതൊന്ന് റെഡി ആവുമ്പോഴത്തേക്ക് അടുത്ത പെയിൻ വരും. അങ്ങനെ ഇടവിട്ടായിരുന്നു പെയിൻ. എന്തൊക്കെ മരുന്നുകളാണ് ഞാൻ കഴിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ ഇവിടെയും കാണുന്ന ഹോം റെമഡീസും ഇവരും പറഞ്ഞിരുന്ന ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ച് നോക്കി. സൈക്ലോപാമും മെഫ്താലും എല്ലാം കഴിച്ചു. മെഫ്താലൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സൈക്ലോപാം എനിക്ക് കേൾക്കുന്നില്ല, ചെറിയൊരു വേദന ഒരു ഇച്ചിരി കുറയും മാത്രമല്ല. ആ വേദന ബാക്കി അതേപോലെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അവസാനം ഡോക്ടറെ പോയി കാണിച്ചു, ഡോക്ടർ സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ പെയിൻ ഭയങ്കര പെയിൻ ആയിരുന്നു. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എന്തായാലും പെയിന് കുറച്ചൊരാശ്വാസം വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ പെയിൻ ആണെങ്കിൽ മറ്റേ സൈഡിൽ മൂഡ് സ്വിങ്സ് ആയിരിക്കും. എങ്ങനെ ഇത് മാനേജ് ചെയ്യാനാ, ആരോട് പറയാനാ, പറഞ്ഞാൽ മനസ്സിലാവുമോ, നമുക്ക് ഇത് അനുഭവിപ്പിച്ച് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പീരീഡ്സ് ആവുന്ന സമയത്ത് പലപ്പോഴും BP കുറയും, എന്നിട്ട് ബോധം കെട്ട് വീഴുക, തല ഇറങ്ങി വീഴുക, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി വലുതായി, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് എന്റെ ഈ ഹെവി ഫ്ലോയ്ക്ക് പാഡിനേക്കാളും മെൻസ്ട്രൽ കപ്പാണ് നല്ലത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ളവർക്കാണ് മെൻസ്ട്രൽ കപ്പ് കുറച്ചുകൂടി നല്ലത്. അല്ലാത്തവർ യൂസ് ചെയ്യേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. ഇപ്പൊ അല്ലാത്ത ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാനും പല തവണ ട്രൈ ചെയ്തിട്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയത്. അത് ഇൻസേർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ തലയിറങ്ങി വീണു. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എടുക്കുന്ന സമയത്തും ഞാൻ തലയിറങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഒന്നിച്ച് ബ്ലഡ് കണ്ടിട്ടാണോ എന്നും അറിയില്ല. അങ്ങനെ കുറച്ച് നാൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അതും ശരിയാവുന്നുണ്ടായിരുന്നില്ല. മെൻസ്ട്രൽ കപ്പും ലീക്ക് ആവുമായിരുന്നു. അത് എടുത്ത സൈസിന്റെ ആണോ, ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ആണോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ പറയാറ് അതിന്റെ സ്റ്റെമ്മ് പുറത്തേക്ക് ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റെമ്മിൽ പിടിച്ചിട്ടാണ് നമ്മളത് പുറത്തേക്ക് എടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ എനിക്ക് ആ സ്റ്റെമ്മ് പോലും കിട്ടിയിരുന്നില്ല. അത്രയും അത് ഉള്ളിലേക്ക് കയറിയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത സൈസിന്റെ ആണോ, ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ എനിക്ക് മനസ്സിലായി, ഇത് ശരിയാവുന്നില്ല, ഞാൻ ഉപയോഗിച്ചിട്ട് ശരിയാവുന്നില്ല, എനിക്ക് ലീക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് മെൻസ്ട്രൽ കപ്പും പിന്നീട് അതിന്റെ പുറത്ത് പാഡും വെച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ മെൻസ്ട്രൽ കപ്പ് ഒഴിവാക്കി വീണ്ടും പാഡിലേക്ക് തന്നെ വന്നു. ഒരിക്കലും ഇതുപോലെ എനിക്ക് ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് എക്സാം ഒക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടി സ്വപ്ന. ആ 2 ദിവസമേ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ ഇടയിൽ എക്സാം കൂടി വരുമ്പോൾ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എക്സാം ഹാളിൽ മിസ് എനിക്ക് വയ്യ, ഞാൻ കുറച്ചു നേരം കിടന്നോട്ടെ, എന്നിട്ട് എക്സാം എഴുതിയാൽ പോലെയും ചോദിച്ചിട്ട് ബോധം കെട്ടി കിടന്നിട്ട് പിന്നെ എനിക്ക് എക്സാം എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഒരിക്കലും ഇതുപോലെ എന്റെ ക്രിറ്റിസിസം ക്ലാസ്സിന്റെ സമയമാണ്. അപ്പോൾ ബിഎഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. നമ്മൾ പോയിട്ട് ക്ലാസ് എടുക്കുക, നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ മിസ്സും ഒക്കെ നമ്മുടെ അപാകതകൾ, തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ക്രിറ്റിസിസം. അപ്പൊ ഞാൻ ക്രിറ്റിസിസം ക്ലാസ്സിന് പോകാൻ വേണ്ടി നിൽക്കുക. അതിന്റെ അന്ന് രാവിലെ നേരത്തെ എണീറ്റു. കാരണം എനിക്ക് ഒക്കെ സ്ലോ ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നോർമൽ ഡേയ്സിലെ പോലെ ചെയ്യാൻ കഴിയില്ല. അവിടെ നേരത്തെ എണീറ്റിട്ട് പതുക്കെ ഓരോന്നും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാ. ബാത്റൂമിൽ ഞാൻ തലയിറങ്ങി വീണു.
പിന്നെ എനിക്ക് ബോധം വന്നപ്പോ ഞാൻ എണീറ്റ് വന്നത്, കാരണം ആരും എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്രയോ തവണ ഞാൻ ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് വീഴും. പിന്നെ എനിക്ക് തന്നെ ഇപ്പൊ ഇത് ശീലമായി, ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് പിന്നെ എപ്പോഴാണ് ബോധം വരുന്ന അപ്പൊ എണീറ്റ് പോകുന്ന അവസ്ഥയായിരുന്നു. പലരും പറയും ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ആകെ ഉള്ള തടി കുറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു, അത്രയും ക്ഷീണിക്കുമായിരുന്നു, അത്രയും പെയിൻ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പെയിനില് വളരെയധികം ആശ്വാസം വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇന്ന മരുന്ന് കഴിച്ചിട്ടോ ഇന്നത് ചെയ്തിട്ടോ അല്ല, തന്നെ എന്റെ ബോഡിയിൽ വന്ന ഒരു മാറ്റാണ്. പെയിൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബ്ലീഡിങ്ങും തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് പീരീഡ്സിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമൽ ഡേയ്സിലെ പോലെ ചെയ്യാൻ തുടങ്ങിയത്. മര്യാദയ്ക്ക് 3 നേരം ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴാണ് പീരീഡ്സ് ആവുന്ന സമയത്ത്. അതിനു മുമ്പ് വരെ അതെന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും ക്ലാസ്സിന് മര്യാദയ്ക്ക് പോകുന്നതൊക്കെ ഇപ്പോഴാണ്. എന്തോ കുറെ അനുഭവിച്ചതല്ലേ, ചിലപ്പോ കുറച്ച് റിലാക്സ് ആയിക്കോട്ടെ എന്ന് തോന്നിയിട്ടായിരിക്കും. ഇപ്പൊ എന്തായാലും എന്റെ പീരീഡ്സ് ഭയങ്കര നോർമൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഭയങ്കര സമാധാനമുണ്ട്, ഭയങ്കര സമാധാനം എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനമുണ്ട്. അവിടെ തന്നെ ഇപ്പൊ എക്സാം വന്നാലും എന്ത് വന്നാലും വലിയ രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പെയിൻ വരുമ്പോ ഒരു മെഫ്താല് കഴിക്കും. ഈ ഗുളിക കഴിക്കുന്നതിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്, അങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒന്നും പീരീഡ്സിന്റെ സമയത്ത് കഴിക്കരുതെന്ന്. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് കഴിച്ചോളാനാണ്, അല്ലാതെ പെയിൻ എന്ത് ചെയ്യും, കഴിച്ചോളൂ. ഒരു ഗുളികയ്ക്ക് 6 മണിക്കൂർ അറ്റാണ് വേദന കൺട്രോൾ ചെയ്യാൻ പറ്റിയത്, കഴിയുമ്പോൾ അടുത്ത ഗുളിക കഴിക്കുന്നുള്ള രീതിയിലാണ് ആള് പറഞ്ഞത്. ഈ ഗുളിക ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളതിൽ സത്യാവസ്ഥ എനിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. പലരും പറയുന്നു അത് ഭയങ്കര കേടാണ്, ഡോക്ടേഴ്സ് ഇങ്ങനെ കഴിച്ചോളാനും പറയുന്നുണ്ട്. എന്താ സത്യം എന്ന് എനിക്കും അറിയില്ല. എന്റെ പീരീഡ് സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ്. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പീരീഡ്സ് ആവുന്നത്. പിന്നെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോ മടുപ്പായി. പിന്നെ പെയിൻ എല്ലാം കൂടി സഹിക്കാതായപ്പോ ഭയങ്കര പേടി സ്വപ്നമായിരുന്നു. ഇപ്പൊ എന്തായാലും നോർമലായിട്ട് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് നാളായുമ്പോ എന്താകുമെന്ന് അറിയില്ല. അപ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്റെ പീരീഡ് സ്റ്റോറി. ഇതിനിപ്പോ മെസ്സേജ് ആയിട്ട് തരാനോ ലാസ്റ്റ് ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. എന്റെ പീരീഡ് സ്റ്റോറി ഇങ്ങനെയാണ്. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ